ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഒരു മാങ്ങയുടെ ലഡു ആണ് ഉണ്ടാക്കുന്നത്. പഴമാങ്ങ വെച്ച് നമുക്കൊരു ലഡു ഉണ്ടാക്കാം, സ്റ്റഫ്ഡ് ലഡു. നോക്കാം എങ്ങനെയാണ്. आज हम पक्का आम का एक लड्डू बनाने जा रहे, दिखाएंगे कैसे है. നമുക്ക് മാങ്ങയുടെ തൊലി കളഞ്ഞെടുക്കാം. इसका छिलका निकाल के आएंगे. മാങ്ങ ഞാൻ ചെത്തി എടുത്തിട്ടുണ്ട്. ചെത്തി എടുത്ത് വൃത്തിയാക്കിയതിന് ശേഷം ഇത് 600 ഗ്രാം ഉണ്ട്. साफ करने के बाद 600 ग्राम है. अभी ये अच्छे से पीस के आएंगे. നമുക്ക് നല്ലതായിട്ട് ഇത് അരച്ചുകൊണ്ട് വരാം. ഇത്തിരി പോലും കട്ടയില്ലാതെ നമുക്കിത് അരച്ചെടുക്കണം. बिल्कुल लम नहीं होना चाहिए, अच्छे से पीसना है. മാങ്ങ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. हम अच्छे से पीस के आया है, बिल्कुल पानी नहीं डालना है. अभी हम एक पैन रखा है, गरम हो गया. ഞാൻ പാൻ ഒരു വെച്ചിട്ടുണ്ട്, നല്ലതായിട്ട് ചൂടായി. അതിനകത്തോട്ട് ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. बटर നല്ലതായിട്ട് സ്പ്രെഡ് ആയി കഴിഞ്ഞു. बटर अच्छा से स्प्रेड हो गया. अभी डालना है आम का प्यूरी. നമുക്ക് മാങ്ങ അരച്ചു വെച്ചത് ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കണം. इसका पानी थोड़ा सूखने के लिए रखेंगे. നമ്മുടെ മാങ്ങയുടെ വെള്ളം പറ്റിക്കൊണ്ടിരിക്കുകയാണ്. आम का पानी थोड़ा सूखने के लिए रखा है. अभी दूसरा एक पैन रखा है. ഞാൻ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്കൊരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ബട്ടർ डालते. ഞാൻ പറങ്ങാണ്ടി ചെറുതായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. കാജു थोड़ा छोटा छोटा काट के रखा है, वो फ्राई करने के लिए डालेंगे. നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പറങ്ങാണ്ടി ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. കാജു ഫ്രൈ हो गया, अभी किशमिश डालना. പറങ്ങാണ്ടി മുന്തിരിങ്ങയായി ഫ്രൈ ആയി കഴിഞ്ഞു. കാജു കിസ്മിസ് ഫ്രൈ हो गया, एक बर्तन में निकालते. നമുക്കൊരു പാത്രത്തിനകത്തോട്ട് മാറ്റാം. ഞാൻ കുറച്ച് ബട്ടറും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. സെയിം പാനിനകത്തോട്ട് हम बटर डालते, इसमें नारियल डालते. നമുക്ക് ഇതിനകത്തോട്ട് ഒരു പകുതി തേങ്ങ ചിരണ്ടിയതാണ്. നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ആ നാരിയൽ जिसके रखा है वो डाल के थोड़ा फ्राई करेंगे. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ മാങ്ങയുടെ വെള്ളം കുറച്ചൊക്കെ പറ്റി കഴിഞ്ഞ് आम का पानी थोड़ा सूख गया है, अभी डालते चीनी. നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിതിടുന്ന 150 ഗ്രാം പഞ്ചസാരയാണ്. 150 ഗ്രാം चीनी डालते इसमें. നല്ലതായിട്ടൊന്ന് വെള്ളം പറ്റിച്ചെടുക്കാം. इसका पानी सूखने के लिए रखेंगे. ഞാനൊരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഈ കപ്പ് दूध लिया है. ഞാനൊരു നുള്ള കളർ ഇടുകയാണ്. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പാലിനകത്ത് കളർ डाला है दूध में. अभी डालते कॉर्न स्टार्च. 4 ടേബിൾ സ്പൂൺ कॉर्न स्टार्च ആണ് ഞാൻ ഇടുന്നത്. 4 ടേബിൾ സ്പൂൺ कॉर्न स्टार्च डालते. 4 ടേബിൾ സ്പൂൺ अच्छे से मिक्स करना है. നല്ലതായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മാങ്ങയുടെ വെള്ളം പറ്റി കഴിഞ്ഞ് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ പാല് കളറൊക്കെ ചേർത്ത് कॉर्न स्टार्च ചേർത്ത പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. आम का पानी थोड़ा सूख गया, अभी डाल रहे दूध. कॉर्न स्टार्च डाल के रखा था, वो भी डाल अच्छे से मिक्स करना है. നല്ലതായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൈ എടുക്കാതെ മിക്സ് ചെയ്യണം. हाथ छोड़ना नहीं, अच्छे से मिक्स कर दीजिएगा. മാങ്ങ നല്ല തിക്കായി കഴിഞ്ഞു. आम थोड़ा अच्छे से थिक हो गया, एकदम लो फ्लेम में डालना है. നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ട് വേണം കട്ടിയാക്കി എടുക്കാൻ. തേങ്ങ വറന്നുകൊണ്ടിരിക്കുകയാണ്. നാരിയൽ ഫ്രൈ പോലെ ഞാനൊരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുകയാണ്. 6 ടേബിൾ സ്പൂൺ ചീനി डालते. നല്ല 6 ഏലക്കയും കൂടി ഇട്ടിട്ടുണ്ട്. 6 इलायची भी डाल के अच्छे से पाउडर करना है. നല്ലതായിട്ട് പൗഡർ ചെയ്തുകൊണ്ട് നമുക്ക് വേണം. പഞ്ചസാര ഏലക്കയും കൂടെ നല്ലതായിട്ട് ഞാൻ പൗഡർ ചെയ്തിട്ടുണ്ട്. चीनी और इलायची अच्छे से पाउडर करके अभी ये नारियल में डालना है. मिक्स ചെയ്തെടുക്കാം. ഞാൻ ഒരു 1/2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. आधा कप दूध लिया है, इसमें 4 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ डालते. 4 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ് ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. നല്ലതായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പാലിനകത്ത് മിൽക്ക് പൗഡർ നല്ലതായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. മിൽക്ക് പൗഡർ अच्छे से मिक्स किया, अभी ये नारियल में डालना है. തേങ്ങയ്ക്കകത്തോട്ട് ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ലതായിട്ട് മിക്സ് ചെയ്ത് നല്ല തിക്കാക്കി എടുക്കണം. अच्छे से मिक्स करके अच्छे से थिक होना चाहिए. മാങ്ങ അടി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. नीचे लगने के लिए शुरू किया. अभी हम डाल रहे बटर. നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ പാലെല്ലാം വറ്റി നല്ലതായിട്ട് സ്റ്റിക്കാകാൻ തുടങ്ങി. നോക്കിക്കേ, अच्छे से दूध पूरा सूख गया है. अभी डालना है हम लोग का काजू किशमिश. നമുക്കിപ്പം പറങ്ങാണ്ടി മുന്തിരിങ്ങ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യും. काजू किशमिश डाल के अच्छे से मिक्स करना है. ये ऑफ करके ठंडा करने के लिए रखेंगे. നമുക്കിത് ഓഫ് ചെയ്ത് തണുക്കാൻ പറ്റും.
തേങ്ങ തണുത്തതിന് ശേഷം നമുക്ക് ഇത് ചെറിയ ചെറിയ ബോളുകളാക്കി വെക്കാം. नारियल ठंडा होने का बाद थोड़ा छोटा छोटा बॉल बना के रखेंगे. मांगा मुഴുവനും വെള്ളം വറ്റി നല്ല തിക്കായി കഴിഞ്ഞു. आम पूरा अच्छा से सूख गया है. गैस बंद करके ठंडा करने के लिए रखेंगे. നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് നന്നായിട്ട് തണുക്കാൻ വെക്കാം. നമ്മുടെ മാങ്ങായി നല്ലതായിട്ട് തണുത്ത് കഴിഞ്ഞു. आम भी अच्छे से ठंडा हो गया. अभी कैसे ബോൾ करना है दिखाएंगे. थोड़ा घी डाल दें. കയ്യിലെ ഇത്തിരി നെയ്യ് തൂത്തേച്ച് നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുക്കാം. ഇതിൽ നിന്ന് ഒരു പീസും കൂടി എടുക്കാം. इसमें से भी एक पीस निकाल के देखिए कैसे लगाना है. ऐसे दबा दीजिएगा. നമുക്ക് ഇങ്ങനെ അകത്തോട്ട് വെച്ച് കൊടുക്കാം. തേങ്ങ അകത്തോട്ട് വെച്ച് നല്ലതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. अच्छे से प्रेस करके दीजिएगा. ലഡ്ഡു റെഡി हो गया. നമ്മുടെ ലഡ്ഡു റെഡി ആയിട്ടുണ്ട്. അടുത്ത ഒരെണ്ണം കൂടെ ഞാൻ കാണിക്കാം. और एक बार भी दिखाएंगे. देखिए हम लोग का ലഡ്ഡു റെഡി हो गया. നമ്മുടെ ലഡ്ഡു റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമ്മുടെ സ്റ്റഫ്ഡ് മാംഗോ ലഡ്ഡു റെഡി ആയി കഴിഞ്ഞു. നല്ല ടേസ്റ്റാണ്. ലഡ്ഡു ഒന്ന് എങ്ങനെയാണ് ഇരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ സ്റ്റഫ്ഡ് ലഡ്ഡു ആണ്. देखिएगा हम लोग का स्टफ्ड लड्डू मांगो लड्डू നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. सब लोग थोड़ा ट्राई करके देखिएगा. घर में अच्छा टेस्ट है. सब लोग को पसंद हो जाएगा. प्लीज लाइक शेयर एंड सब्सक्राइब. थैंक यू फॉर वाचिंग.